അവനവന് ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. കൊച്ചി ഫിഷറീസ് ഹാർബർ നവീകരണം ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തീകരിക്കും. കൊച്ചി ഫിഷറീസ് ഹാർബർ ആധുനികവൽക്കരണ നവീകരണം ആദ്യഘട്ടം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. സാഗർമാല പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഫിഷിംഗ് ഹാർബർ ഇവിടുത്തെ അതിൻ്റെ പരിഷ്കരണമാണ് നടക്കുന്നത്. പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഫേസ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദ്രുതഗതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിംഗ് മിനിസ്ട്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മിനിസ്ട്രിയും കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം പോർട്ട് ട്രസ്റ്റിനാണ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനാണ്. ഇതിൻ്റെ ഫേസ് 2 ആകുമ്പോഴത്തേക്കും PPP അടിസ്ഥാനത്തിലുള്ള നവീന സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് സെക്ടറിനുള്ള അവസരവും കൊടുക്കും. ഇപ്പോഴും അത് വളരെ പ്രധാനപ്പെട്ട ഫീൽഡാണെന്ന് അറിയാം എല്ലാവർക്കും. കാരണം ഇൻ്റർനാഷണൽ തലത്തിലുള്ള വളരെയധികം വെല്ലുവിളികൾ ആ രാജ്യം നേരിടുകയാണ്. അതുകൊണ്ട് ഹൈജീൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇവിടെ തന്നെ ഓപ്ഷൻ നടക്കുകയും ഇവിടെ നിന്ന് പ്രാഥമികമായിട്ടുള്ള പ്രോസസ്സിങ് നടക്കുകയും പാക്ക് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ കോൾഡ് ചെയിൻ സംവിധാനവും പൂർണ്ണമായിട്ടുള്ള പ്രോസസ്സിങ് കോൾഡ് ചെയിൻ സംവിധാനവും ആധുനികമായിട്ടുള്ള വിപണന സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ പോർട്ട് പൂർണ്ണമാകുക, ഈ ഹാർബർ പൂർണ്ണമാകുക. കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതി ഭാഗമായുള്ള നവീകരണം 2026 സെപ്റ്റംബറിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാലാവസ്ഥയും നിലവിലുള്ള ഹാർബർ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെയും മറ്റു സാങ്കേതിക തടസ്സങ്ങളുമാണ് ഹാർബർ നവീകരണം വൈകാൻ കാരണമായത്. ആഗോളതലത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മത്സ്യബന്ധന മേഖലയിൽ ശുചിത്വം മുതൽ മൂല്യവർദ്ധിത കയറ്റുമതി വരെയുള്ള പ്രവർത്തനമാണ് കൊച്ചി ഹാർബർ നവീകരണം പൂർത്തിയാക്കുന്നതോടെ നേട്ടമായുണ്ടാകിയെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. കൊച്ചി തുറമുഖ അതോറിറ്റി ഓഫീസ് സന്ദർശനത്തിന് ശേഷം ഹാർബർ നവീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിലയിരുത്തി. കൊച്ചി തുറമുഖ അതോറിറ്റി ചെയർപേഴ്സൺ ബി കാശി വിശ്വനാഥൻ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സതീഷ് കോനാഗത്ത്, ചീഫ് എഞ്ചിനീയർ കേരൾ ജസർട്ടണ്ട, ഫിഷറീസ് ഹാർബർ അഡ്മിനിസ്ട്രേറ്റർ ഭഗവത് സിംഗ് എന്നിവരും കേന്ദ്രമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. Changes which has happened here is tremendous. So I only hope the same speed will maintain, and by November first week we should be able to bring the old, that is packaging hall 1 and 2 to this side, so that we'll be able to start the working in the new area from September, and we are planning to complete by September 26 the entire project. ന്യൂസ് ബ്യൂറോ, തോപ്പമ്പടി.